എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നോക്കുന്നത്. കാറ്റഗറി നമ്പർ 59/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? 1. കുളച്ചൽ യുദ്ധം, 2. കുണ്ടറ വിളംബരം, 3. ആറ്റിങ്ങൽ കലാപം, 4. ശ്രീരംഗപട്ടണം ഉടമ്പടി. ആൻസർ ഓപ്ഷൻ ബി. 3, 1, 4, 2. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി, കുണ്ടറ വിളംബരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, തോമസ് പെയിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം, വോൾട്ടയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സൈമൺ ബൊളിവർ. റഷ്യൻ വിപ്ലവം, ട്രോട്സ്കി. ആൻസർ ഓപ്ഷൻ എ. 1 സി, 2 എ, 3 ഡി, 4 ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. 1. 1857 കലാപം ആരംഭിച്ചത് ആവതിലാണ്. 2. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 3. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. 4. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. 1857 കലാപത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 1. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 2. 1950 ജനുവരി 3-ാം തീയതി തൃപ്പടിദാനം നടത്തി. 3. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. 4. കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ഇവിടെ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയായിട്ടാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ പറഞ്ഞേക്കുന്നത്. എന്നാൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയല്ല. 1950 ജനുവരി 3-നല്ല, 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം നടത്തിയത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെങ്കിലും തെറ്റാണ്. 2 വരുന്നതെല്ലാം ക്യാൻസൽ ചെയ്താൽ നമുക്കിതെല്ലാം ക്യാൻസൽ ചെയ്യാം. പോയിട്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് എടുക്കാൻ പറ്റുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞതെല്ലാം ശരിയെന്നാണ് തന്നിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? 1. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. 2. അന്റോണിയോ ഗുട്ടറസ് 2020-ലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 3. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. 4. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇതില് ഏത് പ്രസ്താവന ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? രണ്ടാമത്തതാണ് ശരിയല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി, 2 മാത്രം. അന്റോണിയോ ഗുട്ടറസ് 2020-ലല്ല, 2017-ലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്റ്റീരിയോസ്കോപ്പ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. താപീയ മധ്യരേഖ. ഓപ്ഷൻ എ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ചുരം. ഓപ്ഷൻ ഡി, ലിപുലേഖ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5-ല്. ഓപ്ഷൻ ഡി. പത്താമത്തെ ക്വസ്റ്റ്യൻ. 2023-ൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്?
ഓപ്ഷൻ സി സോർസൻ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം സോർസൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്: 1. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക്. 2. ആസ്ഥാനം മുംബൈ. 3. ശിവരാമൻ കമ്മിറ്റി. 4. 1982 സ്ഥാപിച്ചു. തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. ഓപ്ഷൻ എ കോഴിക്കോട്. 13ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പ്ലാൻ ഹോളിഡേ കാലഘട്ടം 1966-69. 14ാമത്തെ ചോദ്യം, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി നരസിംഹറാവു. പുത്തൻ സാമ്പത്തിക നയങ്ങൾ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു. 15 ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഓപ്ഷൻ ബി മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത്: 1. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി. 2. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം. 3. രാഷ്ട്രീയപരമായ വിധേയത്വം. 4. തൊഴിൽ വൈദഗ്ധ്യം. 1ഉം 3ഉം ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ല. 1ഉം 3ഉം. 17 കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ IAS. ഓപ്ഷൻ എ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി രണ്ടാം വായനയില്. രണ്ടാം വായന. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? 1. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. 2. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. 3. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയമുണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ടാകും. 4. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. 20ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. 21ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ? ഓപ്ഷൻ സി സുനീതി. 22ാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി രംഗശ്രീ. 23ാമത്തെ ക്വസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകളാണ് ചോദിച്ചേക്കുന്നത്. 1. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. 2. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. 3. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. 4. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ശരിയായിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്?
ആൻസർ ഓപ്ഷൻ എ. അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ആൻസർ ഓപ്ഷൻ എ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? രണ്ടാം പോഷണതലത്തില് പ്രാഥമിക ഉപഭോക്താക്കൾ. ആൻസർ ഓപ്ഷൻ ഡി. 26ാമത്തെ ക്വസ്റ്റ്യൻ. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. ഓപ്ഷൻ ബി. 27ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ജീൻ ബാങ്കുകൾ. ഓപ്ഷൻ സി. 28. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഹെപ്പാരിൻ. ആൻസർ ഓപ്ഷൻ എ. ഹെപ്പാരിൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ശ്രീമൻ നാരായൺ. ഓപ്ഷൻ സി. 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹിഷൻ ബലം. ഓപ്ഷൻ എ. അഡിഷൻ ബലം. 31. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ്. 11.2 മീറ്റർ പെർ സെക്കൻഡ് അല്ല, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി. 32ാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവണ. ഓപ്ഷൻ ഡി. ചവണ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഇന്ത്യ. ഓപ്ഷൻ ബി. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം. ഓപ്ഷൻ സി. സിങ്ക് ഓക്സൈഡ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? മെർക്കുറി. ഓപ്ഷൻ ഡി. Hg. മെർക്കുറി. 36. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ. ബോയിൽ നിയമം. ഈ ഗ്രാഫ് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം നിയോഡിമിയം. ഓപ്ഷൻ ബി. 38ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യൻകാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. 39. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത PT ഉഷ. ഓപ്ഷൻ ബി. 40. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? സേതു കാലം, രവി ഖസാക്കിന്റെ ഇതിഹാസം, സുഹ്ര നിന്റെ ഉപ്പുപ്പായ്ക്കർ ആനയുണ്ടാർന്ന്, പപ്പു ഓടയിൽ നിന്ന്. തെറ്റായ ജോഡി സി ആണ്. സുഹ്ര ഇന്റെ ഉപ്പുപ്പായ്ക്കർ ആനയുണ്ടാർന്ന് തെറ്റായിട്ടുള്ളതാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഓപ്ഷൻ എ. മൈക്കൽ ആഞ്ചലോ. 42. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ. ഓപ്ഷൻ സി. അഖിൽ പി ധർമ്മജൻ. 43. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം. ഓപ്ഷൻ എ. വിൻഡോസ്. 44. ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. 2. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. 3. ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ സി. 45.
രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഗേറ്റ്വേ. ഓപ്ഷൻ ബി. 46. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ സി, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ആൻസർ ഓപ്ഷൻ സി. 47ാമത്തെ ക്വസ്റ്റ്യൻ. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, വിവരാവകാശം. 48ാമത്തെ ക്വസ്റ്റ്യൻ. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ആൻസർ ഓപ്ഷൻ ബി. 49. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? എ, ഭാര്യയും ഭർത്താവും. ബി, രക്തബന്ധമുള്ള വ്യക്തികൾ. സി, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 50ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ആൻസർ ഓപ്ഷൻ എ. 51 മുതൽ മാത്സ് ആണ്. 13/125 ദശാംശ രൂപം എന്ത്? ആൻസർ പറഞ്ഞു പോകാം. ഓപ്ഷൻ ബി, 0.104. 52. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ആൻസർ ഓപ്ഷൻ ഡി, 11,025. 11,025. 53. ഏത് സംഖ്യയുടെ 75% 15? ഓപ്ഷൻ ഡി, 20. 54ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ആൻസർ ഓപ്ഷൻ എ, 30. 55. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ, 6. 56ാമത്തെ ക്വസ്റ്റ്യൻ. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് വികരണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. ഓപ്ഷൻ ബി. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? എ, n+b. ഓപ്ഷൻ ഡി. 58. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ സി, 105. 59. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, 800. 60ാമത്തെ ക്വസ്റ്റ്യൻ. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ഓപ്ഷൻ ബി, 24. 61 മുതൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഓപ്ഷൻ ബി, ഈസ്. 62. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഓപ്ഷൻ എ, ഓഫ്. 63. We have been living here dash 5 years. Option C, 4. 64. Seena dash tomorrow to attend the wedding. Option D, will come. 65. It was dash unanimous decision.
ഓപ്ഷൻ എ. 66. One who treats skin diseases is known as dash. Option D. Dermatologist. 67. Do you mind dash the answers? Option A. Writing. 68. What is the meaning of the word dormant? Option D. Inactive. 69. The evening was dash than the morning. Option B. Hotter. 70. Nothing will happen. Question tag ആണ്. Option A. Will it. 71 മുതൽ മലയാളമാണ്. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ. അഗാധത. 72. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഓപ്ഷൻ ഡി. ഹൃദിസ്ഥമാക്കുക. 73. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി. ആ ജന്മം. 74. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി. ഹരിണം. 75. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി. ശിഷ്ടൻ. 76. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി. പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. 77. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ? തീ പ്ലസ് കനൽ. ഓപ്ഷൻ എ. 78. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ സി. നായിക. 79. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഡി. വാണി. 80. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി. അധ്യാപകന്മാർ. 81 മുതലുള്ളത്. ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. ഈ കുട്ടികളുടെ മധ്യമ ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ സി. 32. 82. ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങളാണ് പട്ടികയിൽ. ഈ മാസത്തിൽ കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി? ഓപ്ഷൻ ഡി. 9.6. 83. ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്തചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി. 25. 84. ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെയുള്ളത്. ഈ ക്ലാസ്സിലെ മാധ്യ സ്കോർ എത്രയായിരിക്കും? ഓപ്ഷൻ എ. 22. 85. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമ പ്രായം 40 ആണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ലാതെ ഒരാളെ എടുത്താൽ അയാളുടെ പ്രായം 40-ൽ കൂടുതലാകാനുള്ള സാധ്യത എത്ര? ഓപ്ഷൻ എ. 2-1. 86. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ അടയാള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ 7ന്റെ ആവൃത്തി എത്രയാണ്? ഓപ്ഷൻ സി. 11. 87ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഈ തൊഴിൽശാലയിലെ മധ്യമ ദിവസക്കൂലി എത്ര? ഓപ്ഷൻ ബി. 590. 88ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം എത്ര? ഓപ്ഷൻ ബി. 3. 89. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്. എക്സിന്റെ വില കാണുക. ഓപ്ഷൻ ഡി. 7. 90. 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ എ. 360. 91. 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം എത്ര?
ഓപ്ഷൻ ബി 37. 92. 40 സംഖ്യകളുടെ മാധ്യം 160 ആണ്. അതിൽ 165 എന്ന ശരിയായ സംഖ്യക്ക് പകരം തെറ്റായി 125 എന്ന് രേഖപ്പെടുത്തി. എങ്കിൽ ശരിയായ മാധ്യം എത്ര? ഓപ്ഷൻ ബി 161. 93. 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്ര? ഓപ്ഷൻ ഡി 12. 94. 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം എത്ര? ഓപ്ഷൻ ബി 7. 95. ഒരു പെട്ടിയിൽ 5 ചുവപ്പ് പന്തുകളും 7 നീലപ്പന്തുകളും 3 വെള്ളപ്പന്തുകളും ഉണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ഇട്ടാൽ അതിൽ നിന്നും ഒരു വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 4-ൽ 1 ആകും? ഓപ്ഷൻ എ 1. 96. 3 നാണയങ്ങൾ ഒരേ സമയം എറിയുന്നത് സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന ഏവ? ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. 97. 1 മുതൽ 6 വരെ സംഖ്യകളുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. പകിടകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക 4ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത്? ഓപ്ഷൻ ഡി 4-ൽ 1. 98. അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 5 ശനിയാഴ്ചകൾ വരുവാനുള്ള സാധ്യത എന്ത്? ഓപ്ഷൻ ബി 7-ൽ 1. 99. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ XYZ എന്ന 3 സ്ഥാനാർത്ഥികൾ ഉണ്ട്. Xന് 45% വിജയസാധ്യതയുണ്ടെന്നും Yന് 30% സാധ്യതയുണ്ടെന്നും Zന് 25% സാധ്യതയുണ്ടെന്നും ചരിത്രപരമായ ഡാറ്റ സൂചിപ്പിക്കുന്നുവെങ്കിൽ Xനോ Yനോ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത എന്താണ്? ഓപ്ഷൻ ബി 75%. 100. 52 കാർഡുകളുടെ ഒരു പാക്കിൽ നിന്നും എല്ലാ ജാക്ക്, ക്വീൻ, ക്വിങ് എന്നിവ നീക്കം ചെയ്യുന്നു. ബാക്കിയുള്ള കാർഡുകൾ നന്നായി ഇടകലർത്തിയ ശേഷം ഒരു കാർഡ് ക്രമരഹിതമായി അതിൽ നിന്ന് എടുക്കുന്നു. ഈ കാർഡ് ചുവന്ന മുഖ കാർഡ് ആയിരിക്കാനുള്ള സാധ്യത കണ്ടെത്തുക. ഓപ്ഷൻ എ 0. അപ്പോ ഇന്ന് നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.